ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഹാൻഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്യും, ഹാൻഡ് എംബ്രോയിഡറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബേസിക് ആയിട്ട് എന്തൊക്കെ മെറ്റീരിയൽ വേണം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഓൾറെഡി ഞാനൊരു 1 മിനിറ്റ് ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് താഴെ ഒരു കമൻറ്റ് വന്നു, ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. അതിനകത്തിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറേ ഐറ്റംസ് നമ്മൾ വാങ്ങി വെക്കും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക്. പിന്നെ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ അറിയാത്തവർക്കും വരുന്നൊരു ഡൗട്ടാണ്, എങ്ങനെ നമുക്ക് ഫാബ്രിക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, ലെറ്റേഴ്സ് ആണെങ്കിലും ഫ്ലവേഴ്സ് ആണെങ്കിലും എങ്ങനെ ഡ്രോ ചെയ്യാം എന്നുള്ളതും ഞാൻ ഇതിനകത്തിൽ കാണിക്കുന്നുണ്ട്. ഫസ്റ്റായിട്ട് വേണ്ടത് ഒരു വുഡൻ ഹൂപ്പാണ്. അത് നമുക്ക് പല സൈസിലും പല ഷേപ്പിലും അവൈലബിൾ ആയിട്ട് കിട്ടും മാർക്കറ്റിൽ. പിന്നെ ഫ്ലെക്സിബിൾ ഹൂപ്സും അവൈലബിൾ ആണ് മാർക്കറ്റിൽ. പക്ഷേ സ്റ്റാർട്ട് ചെയ്യുമ്പം ഈ ഒരു വുഡൻ ഹൂപ്പാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. സൈസ് വരുന്നത് 4, 6, 8 അങ്ങനെ സൈസാണ് പോകുന്നത്. പിന്നെ നമുക്ക് വർക്കിനനുസരിച്ച് നമുക്ക് സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. ഫ്ലെക്സിബിൾ ഹൂപ്പ് കറൻ്റ്ലി എൻ്റെ കയ്യിൽ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാത്തത്. ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ സൈഡിൽ കാണിക്കാം. ഫ്ലെക്സിബിൾ ഹൂപ്പ് ആണെങ്കിലും പല ഷേപ്പിലും സൈസിലും നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ട്, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. ഞാൻ കൂടുതലും വുഡൻ ഹൂപ്പാണ് പ്രിഫർ ചെയ്യുന്നത്. കസ്റ്റമൈസ്ഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും വുഡൻ ഹൂപ്പാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കസ്റ്റമൈസ് വർക്കും ഞാൻ ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ഞാൻ ലിങ്ക് മെൻഷൻ ചെയ്തേക്കാം. എന്തെങ്കിലും ഓർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ മെസ്സേജ് ചെയ്താലും മതി. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഫാബ്രിക്കാണ്. ഫാബ്രിക് ഞാൻ യൂസ് ചെയ്യുന്നത് പോപ്ലിൻ ഫാബ്രിക്കാണ്. നമുക്കതറിയാം, ലൈനിങ് ആണ് ബേസിക്കലി. സോ ബിഗിനേഴ്സിന് ആ ഒരു ഫാബ്രിക് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ല. ഞാൻ ആ ഒരു ഫാബ്രിക് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ പോർട്രേറ്റൊക്കെ ഞാൻ ഈ ഒരു ഫാബ്രിക്കിലാണ് ചെയ്യാറുള്ളത്. പിന്നെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടും, കാസ്മൻ ഫാബ്രിക് അവൈലബിൾ ആയിട്ട് കിട്ടും. പിന്നെ ക്യാൻവാസ് ഫാബ്രിക് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. പിന്നെ വേണ്ടത് നമുക്ക് ആങ്കർ ത്രെഡാണ്. അത് വാട്ടർ പ്രൂഫാണ്. നമുക്ക് വെള്ളം നനഞ്ഞാലും അതിൻ്റെ കളർ ഇളകുമോ അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ ആങ്കറിൻ്റെ വേറെയും ത്രെഡ് അവൈലബിൾ ആയിട്ടുണ്ട്. മോസ്റ്റ്ലി ഞാൻ ഈ ഒരു ത്രെഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിനകത്തിൽ വരുന്ന 6 സ്ട്രാൻഡ്സ് ആണ് ഇതിനകത്തിൽ വരുന്നത്. അതിൻ്റെയും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെ ഓരോ സ്ട്രാൻഡ്സും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം എന്നുള്ളത്. അതും ഞാൻ ഈ വീഡിയോയിൽ ലിങ്ക് ചെയ്തേക്കാം, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. പിന്നെ വരുന്നത് നമുക്ക് എല്ലാ കളേഴ്സൊന്നും വേണ്ട, ബേസിക് ആയിട്ടുള്ള കുറച്ച് കളേഴ്സ് മാത്രം നമ്മുടെ കയ്യിലും മതിയാവും. ഫ്ലോറിൽ ചെയ്യാൻ വേണ്ടി, കുറച്ച് ലീഫ് ചെയ്യാൻ വേണ്ടി, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ബ്ലാക്കാണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇത്രയും അധികമൊന്നും വാങ്ങിക്കൂട്ടേണ്ട ആവശ്യമില്ല. പിന്നെ നോർമൽ നീഡിൽ നമ്മുടെ കയ്യിൽ കാണുമല്ലോ, ചെറിയൊരു നീഡിലും വേണം, വലിയൊരു നീഡിലും നല്ലതാണ് ഉണ്ടെങ്കിൽ. വലിയ 6 സ്ട്രാൻഡ്സ് ഒക്കെ ചെയ്യുമ്പോൾ വലിയ ഹോളുള്ള നീഡിൽ വെച്ച് ചെയ്യുന്നതായിരിക്കും. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. ആ ഒരു പോർഷൻ പെട്ടെന്ന് ഫില്ല് ചെയ്യണമെങ്കിൽ നമുക്ക് ആ 6 സ്ട്രാൻഡ്സ് വെച്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ കുഞ്ഞു നീഡിലും ഈ ലെറ്റർ ചെയ്യണം എന്നാണെങ്കിലും, കണ്ണിൻ്റെ പോർഷനൊക്കെ പോർട്രേറ്റ് ചെയ്യുമ്പോൾ കണ്ണിൻ്റെ പോർഷൻ ഇൻട്രിക്കേറ്റായിട്ട് വരുന്ന പോർഷൻ ചെയ്യുമ്പോൾ കുഞ്ഞു നീഡിലാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു സ്ട്രാൻഡ്, 1 അല്ലെങ്കിൽ 2 സ്ട്രാൻഡ് നമുക്ക് അതിനകത്തിൽ യൂസ് ചെയ്താൽ മതിയാവുമല്ലോ, കുഞ്ഞിതാണല്ലോ അത് വരുന്നത്. പിന്നെ വേണ്ടത് ഒരു ത്രെഡ് കട്ടറാണ്, സിസേഴ്സാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് വരയ്ക്കാനും എഴുതാനും വേണ്ടിയിട്ട് പെൻസിൽ, അല്ലെങ്കിൽ നമുക്ക് 2 തരത്തിലുള്ള പെൻസ് അവൈലബിൾ ആണ്, വാട്ടർ ഇറേസബിൾ പെന്നും പിന്നെ ഹീറ്റ് ഇറേസബിൾ പെന്നും. ഞാൻ പ്രിഫർ ചെയ്യുന്നത്, ഞാൻ രണ്ടും യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയത് ഹീറ്റ് ഇറേസബിൾ പെന്നാണ്. കാരണം അത് വാട്ടർ ഇറേസബിൾ പെൻ 2-3 വർക്കിൽ ചെയ്തപ്പോൾ സ്പ്രെഡായിട്ടുണ്ടായിരുന്നു, കളർ സ്പ്രെഡായിട്ട് അത് പോകാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ അത് ഓൾമോസ്റ്റ് ആ വർക്ക് റൂയിൻ ആയി പോയി എൻ്റെ. സോ ഇതിൽ ഞാനിപ്പോൾ കാണിക്കുന്നത് ജസ്റ്റ് ഇതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക്, ഇപ്പോൾ ഞാനൊരു റൗണ്ടാണ്, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുവാണെങ്കിൽ ചൂട് വെച്ചിട്ട് അയൺ ബോക്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ചൂടാക്കിയിട്ടോ നല്ലപോലെ ചൂടാക്കിയിട്ട് ജസ്റ്റ് അതിന് മേലിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 വട്ടം ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് റിമൂവ് ആവും. അതിൽ മാർക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതാണ് ഈ ഒരു ഹീറ്റ് ഇറൈസബിൾ പെൻ അല്ലെങ്കിൽ വാട്ടർ ഇറൈസബിൾ എന്ന് വെച്ചാൽ വെള്ളം വെച്ച് മായ്ക്കാൻ പറ്റുന്നത്. ഹീറ്റ് ഇറൈസബിൾ എന്ത് ചൂടിൻ്റെ ഇതാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു
ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ അറിയാത്തവർക്ക് നമുക്ക് കാർബൺ പേപ്പറും ഒരു ഓപ്ഷനായിട്ടുണ്ട്. നമുക്ക് പ്രിൻ്റ് എടുക്കുകയോ അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കുക എന്ന് ചെറുതായിട്ട് എഴുതി റഫായിട്ട് എഴുതി അത് ഓക്കെ ആണെങ്കിൽ ഈ ഒരു കാർബൺ പേപ്പർ വെച്ചിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. കാർബൺ പേപ്പർ വൈറ്റും ബ്ലൂ ബ്ലാക്കൊക്കെ നമുക്ക് കിട്ടും. ബ്ലൂവും ബ്ലാക്കിനും നല്ലത് വൈറ്റ് യെല്ലോ ഒക്കെയാണ്. കാരണം ബ്ലൂവും ബ്ലാക്കും പെട്ടെന്ന് ചിലപ്പോൾ ഫാബ്രിക്കിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇത്രയാണ് ബേസിക്കായിട്ട് നമ്മളൊരു ഹാൻഡ് എംബ്രോയിഡറി സ്റ്റാർട്ട് ചെയ്യുമ്പം വേണ്ട ഐറ്റംസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇനിയും ഇതേപോലെ വീഡിയോസ് വേണം എന്നാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതിയാവും. സജഷൻസും പ്ലീസ് പറഞ്ഞാൽ മതിയാവും. ഞാൻ വീഡിയോസ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.